Today we are going to discuss about an introduction to transmission of signals over an AWGN channel and the geometric representation of signals. ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് സിഗ്നൽസിനെ സിഗ്നൽ സ്പേസ് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഒരു അനാലിസിസിന് വേണ്ടി നമ്മൾ ജിയോമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്മിഷന്റെ ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആദ്യം കൺസിഡർ ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജിയോമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് സിഗ്നൽസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് കൺസിഡർ ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ദിസ് ബേസിക് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് മെസ്സേജ് സോഴ്സ് ആണ്. ഈ മെസ്സേജ് സോഴ്സിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഡിജിറ്റൽ ഫോമിലുള്ള ഇൻഫർമേഷൻ വരുന്നതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതായത് ഈ MI എന്ന് പറയുന്നത് സീറോസ് ആൻഡ് വൺസിന്റെ ഫോമിലുള്ള സിമ്പിൾസ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇനി നമ്മുടെ ആക്ച്വൽ ഇൻഫർമേഷൻ സോഴ്സിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് അനലോഗ് ഫോമിലുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ ആദ്യം നമുക്ക് അതിനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒരു അനലോഗ് മെസ്സേജ് സിഗ്നലിനെ സീറോസ് ആൻഡ് വൺസിന്റെ ഫോമിലുള്ള ഡിജിറ്റൽ ഫോമിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ PCM സിസ്റ്റം ഒക്കെ പഠിച്ചപ്പോൾ അവിടെ കണ്ടതാണ്. അവിടെ നമ്മൾ കണ്ടതുപോലെ ഇപ്പോൾ അനലോഗ് ഇൻഫർമേഷൻ ആണ് വരുന്നതെങ്കിൽ അതിനെ ആദ്യം നമ്മൾ സീറോസ് ആൻഡ് വൺസിന്റെ ഫോമിലുള്ള ആ ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ഒരു മെസ്സേജ് സോഴ്സിന്റെ ഔട്ട്പുട്ടിൽ എന്തായാലും നമുക്ക് കിട്ടേണ്ടത് ഡിജിറ്റൽ ഫോമിലുള്ള ഇൻഫർമേഷൻ ആണ്. Then here this message source emits one symbol in every t seconds and the symbol belongs to a set of m symbols denoted by m1, m2, etc. to mm. ഈ M സിമ്പിൾസിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ മെസ്സേജ് സോഴ്സിന്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. ദെൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ കേസിൽ നമുക്ക് രണ്ട് സിമ്പിൾസ് മാത്രമേ ഉള്ളൂ, ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1. സോ M1, M2 എന്ന് പറയുന്ന രണ്ട് സിമ്പിൾസ് മാത്രമേ ഈ ഒരു കേസിൽ വരുന്നുള്ളൂ. നമ്മൾ ഡെൽറ്റ മോഡുലേഷൻ കൺസിഡർ ചെയ്തില്ലേ? ആ ഒരു ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ഫോമിലുള്ള സിസ്റ്റമാണ്. അവിടെ നമുക്ക് ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആണ് എൻകോഡറിന്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. സോ ആ ഒരു കേസിൽ നമുക്ക് രണ്ട് സിമ്പിൾസ് മാത്രമേ ഉള്ളൂ. അതേസമയം 4 സിമ്പിൾസ് വരുന്ന ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് വരുന്ന സിമ്പിൾസ് എന്ന് പറയുന്നത് 00, 01, 10 ആൻഡ് 11 ആയിരിക്കും. അതായത് 2 ബിറ്റ് കോമ്പിനേഷൻ ആയിട്ടായിരിക്കും നമുക്ക് ആ സിമ്പിൾസ് വരുന്നത്. ഇനി 3 ബിറ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് സിമ്പിൾസ് വരുന്നതെങ്കിൽ ആ കേസിൽ നമുക്ക് എത്ര സിമ്പിൾസ് ഉണ്ടായിരിക്കും? നമുക്ക് 000 തുടങ്ങി 111 വരെയുള്ള സിമ്പിൾസ് ഉണ്ടായിരിക്കും. അതായത് ടോട്ടൽ 8 സിമ്പിൾസ് നമുക്ക് ആ കേസിൽ വരും. ദെൻ 4 ബിറ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് ഒരു സിമ്പിൾ വരുന്നതെങ്കിൽ ആ കേസിൽ നമുക്ക് ടോട്ടൽ 16 സിമ്പിൾസ് ഉണ്ടായിരിക്കും. അതായത് 0000 തുടങ്ങി 1111 വരെയുള്ള കേസുകൾ. നമ്മൾ ഒരു അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എത്ര ബിറ്റ് എൻകോഡർ ആണ് യൂസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിനെ അനുസരിച്ചിട്ട് ഈ ഒരു നമ്പർ ഓഫ് പോസിബിൾ സിമ്പിൾസ് മാറും. ഓക്കെ, then we assume that all the symbols are equally likely. ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എല്ലാ സിമ്പിൾസിന്റെയും പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ആൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദ സിമ്പിൾ MI ഈസ് എമിറ്റഡ് ഈസ് ഗിവൺ ബൈ PI is equal to probability of MI emitted and that is equal to 1/m. നമുക്ക് ടോട്ടൽ M സിമ്പിൾസ് ആണുള്ളത്. അതിൽ ഒരു സിമ്പിൾ എമിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/m ആണ്. ആൻഡ് ഈ സെയിം പ്രോബബിലിറ്റി തന്നെയാണ് എല്ലാ സിമ്പിൾസിനും വരുന്നത്. അതായത് P1, P2, etc. to PM എന്ന് പറയുന്നത് എല്ലാം സെയിം തന്നെയാണ്. അതാണ് നമ്മൾ എല്ലാ സിമ്പിൾസും ഈക്വലി ലൈക്ലി ആണ് എന്ന് പറഞ്ഞത്. ദെൻ ഈ പ്രോബബിലിറ്റീസിനെ നമ്മൾ പ്രയോറി പ്രോബബിലിറ്റീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദീസ് പ്രയോറി പ്രോബബിലിറ്റീസ് P1, P2, etc. to PM സ്പെസിഫൈ ദി മെസ്സേജ് സോഴ്സ് ഔട്ട്പുട്ട്. ദെൻ ഈ മെസ്സേജ് സോഴ്സിന്റെ ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്ന ഈ ബൈനറി സിമ്പിളിനെ നമ്മൾ ഒരു ട്രാൻസ്മിറ്ററിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ട്രാൻസ്മിറ്റർ മോഡുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ സിമ്പിളിനെ കറസ്പോണ്ടിങ് SI എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് ചാനൽ വഴി നമ്മളുടെ ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 0 ആൻഡ് 1 ഫോമിൽ നമുക്ക് ഡയറക്റ്റ്ലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് അതിനെ ആദ്യം ഒരു സിഗ്നൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനാണ് ഈ ഒരു ട്രാൻസ്മിറ്റർ സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡിഫറെന്റ് മോഡുലേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാം. ആ ഡിഫറെന്റ് മോഡുലേഷൻ ടെക്നിക്സ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്.
അങ്ങനെ മോഡുലേഷനൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്ന 0 and 1 ഫോമിലുള്ള ആ സിമ്പലിനെ ആ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ PCM സിസ്റ്റം പറഞ്ഞപ്പോൾ അവിടെ പൾസ് വേവ് ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തത്. ഈ ഒരു പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ ടെക്നിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സൈനുസോയിഡൽ സിഗ്നൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ ദിസ് സിഗ്നൽ SI of t occupies the full duration t allotted to symbol MI. ഈ ഓരോ സിമ്പലിന്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് t സെക്കൻഡ്സ് ആണ്. സോ ആ ഒരു കംപ്ലീറ്റ് t സെക്കൻഡ് ഡ്യൂറേഷൻ നേരത്തേക്കും നമ്മളുടെ സിഗ്നല് SI of t ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന SI of t എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ റിയൽ വാല്യൂഡ് സിഗ്നൽ, ദാറ്റ് ഈസ് എ സിഗ്നൽ വിത്ത് ഫൈനൈറ്റ് എനർജി and its energy is given by EI is equal to integral 0 to t SI of t square dt and this I varies from 1 to m. നമ്മൾ ടോട്ടല് M സിമ്പിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ആ M സിമ്പിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് M സിഗ്നൽസ് നമുക്കുണ്ടായിരിക്കും. ആ സിഗ്നൽസിന്റെ എനർജിനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ആ സിഗ്നൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് റിയൽ വാല്യൂഡ് സിഗ്നൽസ് ആണ് വരുന്നത്. അതിന്റെ എനർജി എന്ന് പറയുന്നത് ഫൈനൈറ്റ് എനർജി ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ ഈ സിഗ്നലാണ് നമ്മൾ ചാനൽ വഴി നമ്മളുടെ റിസീവർ സൈഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ ഒരു ചാനൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് 2 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ദി ചാനൽ ഈസ് ലീനിയർ with a bandwidth that is wide enough to accommodate the transmission of signal SI of t with negligible or no distortion. നമ്മളുടെ ചാനൽ എന്ന് പറയുന്നത് ഒരു ലീനിയർ ചാനൽ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ആൻഡ് വി ആർ കൺസിഡറിംഗ് that channel has enough bandwidth to accommodate the signal SI of t. ഈ SI of t എന്ന് പറയുന്ന ഒരു സിഗ്നലിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാൻഡ്വിഡ്ത്ത് ഉള്ള ഒരു ചാനലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ദെൻ ഓൾസോ വി ആർ അസ്യൂമിംഗ് that there are negligible or no distortion. ചാനല് അഡീഷണൽ ആയിട്ട് വേറെ ഡിസ്റ്റോർഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു നോയ്സ് ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ദെൻ ചാനലിന്റെ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പറയുന്നത് ദി ചാനൽ നോയ്സ് W of t is the sample function of a zero mean wide Gaussian noise process. ചാനൽ വഴി നമ്മളുടെ സിഗ്നൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്ന ആ നോയ്സ് എന്ന് പറയുന്നത് ഒരു സീറോ മീൻ വൈറ്റ് ഗോസിയൻ നോയ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഹെൻസ് സച്ച് എ ചാനൽ ഈസ് കോൾഡ് ആൻ അഡിക്റ്റീവ് വൈറ്റ് ഗോസിയൻ നോയ്സ് ചാനൽ. ഈ ഒരു AWGN ചാനലായിട്ട് നമ്മുടെ ചാനലിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ദെൻ നമ്മുടെ മോസ്റ്റ് ഓഫ് ദി പ്രാക്ടിക്കൽ കേസസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന ചാനൽ എന്ന് പറയുന്നത് ഒരു AWGN ചാനലായിരിക്കും. സോ നമ്മൾ ഇനി നമ്മളുടെ എല്ലാ ഡിസ്കഷൻസിലും നമ്മളുടെ ചാനലിനെ ഒരു AWGN ചാനലായിട്ടാണ് കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ള ഈ ഒരു ചാനൽ വഴി നമ്മൾ SI of t എന്ന് പറയുന്ന സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഈ AWGN നോയ്സ് ആഡ് ചെയ്യും. സോ നമ്മളുടെ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ പ്ലസ് ഈ നോയ്സ് സിഗ്നൽ ആയിരിക്കും റിസീവർ സൈഡിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നൽ X of t എന്ന് പറയുന്നത് SI of t പ്ലസ് W of t ആയിരിക്കും. ഈ SI of t ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തത്. ചാനൽ വഴി ഈ സിഗ്നൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്ത നോയ്സ് സിഗ്നൽ ആണ് W of t വരുന്നത്. ഈ നോയ്സ് എന്ന് പറയുന്നത് നമ്മളുടെ അഡിക്റ്റീവ് വൈറ്റ് ഗോസിയൻ നോയ്സ് ആണ്. സോ ഇതും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഈ SI of t പ്ലസ് W of t എന്ന് പറയുന്ന ഈ X of t സിഗ്നൽ ആണ് റിസീവർ സൈഡിന് കിട്ടുന്നത്. ദെൻ ഇതിന്റെ ഡ്യൂറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഈ ഒരു സിഗ്നലിന്റെ ആ ഒരു സെയിം ഡ്യൂറേഷൻ 0 to t തന്നെയാണ് വരുന്നത്. ദെൻ നമ്മൾ ടോട്ടല് M സിമ്പിൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ ഓരോ സിമ്പിളിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ പർട്ടിക്കുലർ SI of t എന്ന് പറയുന്ന സിഗ്നലായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഏത് സിഗ്നൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്താലും അതിന്റെ കൂടെ ഈ W of t എന്ന് പറയുന്ന നോയ്സും കൂടി ആഡ് ചെയ്തിട്ടുള്ള X of t എന്ന് പറയുന്ന സിഗ്നലാണ് റിസീവറിന് കിട്ടുന്നത്. ദെൻ റിസീവർ ഈ X of t എന്ന് പറയുന്ന സിഗ്നലിൽ നിന്നാണ് ഏത് ഇൻഫർമേഷൻ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിച്ചെടുക്കുന്നത്. റിസീവർ സൈഡിൽ ഈ റിസീവ് ചെയ്ത സിഗ്നലിനെ ആ ഒരു T സെക്കൻഡ്സ് ഡ്യൂറേഷൻ നേരത്തേക്ക് ഒബ്സർവ് ചെയ്യുന്നു. അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട്
റിസീവർ ഈ എക്സ് ഓഫ് ടിന്ന് ഏത് സിഗ്നൽ ആയിരിക്കും അല്ലെങ്കിൽ ഏത് സിമ്പൽ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കും. ഈ എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ് നമ്മൾ എം ക്യാപ്പ് ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ സിഗ്നല് ചാനൽ വഴി ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ അധികം നോയ്സസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എസ്റ്റിമേഷനും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ഈ സിമ്പലും സെയിം തന്നെയായിരിക്കും. അതായത് ഇവിടെ നിന്ന് 0 നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് 0 തന്നെയായിട്ട് ഇവിടെ ഡിറ്റക്ട് ചെയ്തെടുക്കും. അതല്ല 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് 1 ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്തെടുക്കും. അതേസമയം ഈ ചാനലിൽ നോയ്സിന്റെ ഇഫക്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ എസ്റ്റിമേഷനിൽ എറർ ഒക്കർ ചെയ്യും. അതായത് ആക്ച്വലി ചിലപ്പോൾ 0 ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷേ റിസീവർ ഡിറ്റക്ട് ചെയ്യുന്നത് അതിനെ 1 ആയിട്ടായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ 1 ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ചാനൽ നോയ്സസ് ഒക്കെ കാരണം റിസീവർ ചിലപ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യുന്നത് 0 ആയിട്ടായിരിക്കും. സോ അങ്ങനെ ഈ നോയ്സ് കാരണം ഇവിടെ ഒരു എറർ ഒക്കർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ വരാനായിട്ട് ചാൻസ് ഉള്ള ആ ഒരു ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പൽ എററിനെ മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഒരു റിസീവർ സെക്ഷനെ ഡിസൈൻ ചെയ്യാനായിട്ട്. നമുക്ക് ആ ഒരു ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പൽ എററിന്റെ ഇക്വേഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. ദി ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പൽ എറർ അറ്റ് ദ റിസീവർ സൈഡ് ഈസ് ഗിവൺ ബൈ PE is equal to sigma I equal to 1 to m probability of m cap not equal to mi given mi divided by capital M. ഇതിൽ ഈ ഒരു പ്രോബബിലിറ്റി ടേം ആണ് നമ്മളുടെ എററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോബബിലിറ്റി ടേം നമ്മൾ നോക്കുമ്പോൾ അത് ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ടേം ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് അവർ എസ്റ്റിമേഷൻ നോട്ട് ഈക്വൽ ടു ട്രാൻസ്മിറ്റഡ് സിമ്പൽ mi ഗിവൺ mi വാസ് ട്രാൻസ്മിറ്റഡ്. അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തത് mi എന്ന് പറയുന്ന ആ ഒരു സിമ്പല് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു mi എന്ന് പറയുന്ന സിമ്പലിന് കറസ്പോണ്ടിങ് ആയിട്ട് SI ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തത് എന്ന് വിചാരിക്കുക. ദെൻ നമ്മൾ റിസീവർ സൈഡിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്തെടുത്ത വാല്യൂ ആണ് എം ക്യാപ്പ് ആയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എസ്റ്റിമേഷൻ നോട്ട് ഈക്വൽ ടു mi ആകുമ്പോഴാണ് അവിടെ എറർ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക, പക്ഷെ നമ്മൾ റിസീവർ സൈഡിൽ 0 ആയിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്തു. സോ ആ ഒരു കേസിൽ എറർ ഒക്കർ ചെയ്യും. അതല്ല നമ്മൾ 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത്, അതിന് പകരം നമുക്ക് എം ക്യാപ്പ് കിട്ടിയത് 1 ആണെന്ന് വിചാരിക്കുക, ആ ഒരു കേസിലും നമുക്ക് എറർ ഒക്കർ ചെയ്യും. സോ അതാണ് നമ്മൾ ഈ ഒരു പ്രോബബിലിറ്റി ടേം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ mi ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത്, പക്ഷേ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഈക്വൽ ടു mi അല്ല കിട്ടിയത്. സോ അതാണ് നമ്മളുടെ എറർ കേസ്. ദെൻ നമുക്ക് ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പൽ എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കംപ്ലീറ്റ് 1 to m സിമ്പിൾസിന്റെ കേസിലും വരുന്ന ആ പ്രോബബിലിറ്റി ഓഫ് എറേഴ്സ് ആഡ് ചെയ്തെടുക്കുക. ദെൻ ദാറ്റ് ഡിവൈഡഡ് ബൈ m ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പൽ എറർ കിട്ടും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു 1 ഡിവൈഡഡ് ബൈ m എന്ന് പറയുന്നത് നമ്മളുടെ പ്രയോറി പ്രോബബിലിറ്റി PI ആണ്. സോ ഈ 1/m പകരം നമുക്ക് PI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ദി ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പൽ എറർ PE is equal to sigma I equal to 1 to m PI into probability of m cap not equal to mi given mi. ദെൻ നമ്മൾ ഒരു റിസീവർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് വി നീഡ് ടു മിനിമൈസ് ദി ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പൽ എറർ. ഈ ഒരു ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പൽ എറർ മിനിമം ആയിട്ട് വരുന്ന രീതിയിൽ വേണം നമുക്ക് ആ ഒരു റിസീവറിനെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പൽ എറർ 0 ആണെങ്കിൽ നമുക്ക് ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള റിസീവർ കിട്ടും. ആൻഡ് ദിസ് മോഡൽ പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ ദി ഡിസൈൻ ഓഫ് ദി ഒപ്റ്റിമം റിസീവർ, for which we will use geometric representation of the known set of transmitted signals S1 of t, S2 of t, etc. to Sm of t. Now next നമുക്ക് ഈ ഒരു SI of t എന്ന് പറയുന്ന ഒരു സിഗ്നലിന്റെ ആ ഒരു ജോമെട്രിക് റെപ്രസെന്റേഷൻ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ നമുക്ക് ജോമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് സിഗ്നൽസ് കൺസിഡർ ചെയ്യാം. The essence of geometric representation of signals is to represent any set of m energy signals S1 of t, S2 of t, etc. to Sm of t as linear combination of n orthonormal basis functions where n is less than or equal to m. That is, if we have a set of real valued energy signals S1 of t, S2 of t, etc. to Sm of t, each of duration t seconds, then we can write Si of t is equal to sigma j equal to 1 to n
Sij phi j of t, where the duration of the signal is from 0 to capital T and I varies from 1 to m. നമ്മൾ വെക്റ്റർ സ്പേസിന്റെ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു ഒരു വെക്റ്ററിനെ നമുക്ക് ബേസിസ് വെക്റ്റേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാമെന്നുള്ളത്. അതായത് അവിടെ നമ്മൾ വെക്റ്റർ വി ഈക്വൽ ടു സിഗ്മ വി ഐ ഇ ഐ എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്തിരുന്നു. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒരു സിഗ്നലിനെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വെക്റ്ററിന്റെ കേസിൽ ഒരു 2 ഡയമെൻഷണൽ കേസ് കൺസിഡർ ചെയ്തിട്ട് അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു 2 ഡയമെൻഷണൽ കേസിലെ ഒരു വെക്റ്റർ വിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് v1 x ക്യാപ് പ്ലസ് v2 y ക്യാപ് എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ v1 എന്ന് പറയുന്നത് ഈ വെക്റ്റർ വിയുടെ ഫസ്റ്റ് ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ ആണ്. ഈ v2 എന്ന് പറയുന്നത് ഈ വെക്റ്റർ വിയുടെ സെക്കൻഡ് ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ ആണ്. ദെൻ ഈ ഫസ്റ്റ് ഡയമെൻഷന്റെ ആ ഒരു ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് എക്സ് ക്യാപ് ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തത്. ദെൻ ഈ ഒരു സെക്കൻഡ് ഡയമെൻഷന്റെ ആ ഒരു ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ അല്ലെങ്കിൽ ബേസിസ് വെക്റ്റർ ആണ് നമ്മൾ വൈ ക്യാപ് ആയിട്ട് അവിടെ ഡിനോട്ട് ചെയ്തിരുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ E1ഉം E2. ഓക്കെ, അതായത് v1 E1 പ്ലസ് v2 E2 എന്നുള്ള ഫോമിൽ നമ്മൾ ആ ഒരു 2 ഡയമെൻഷണൽ കേസിൽ ആ ഒരു വെക്റ്റർ വിനെ റെപ്രസെന്റ് ചെയ്തിരുന്നു. ദെൻ n ഡയമെൻഷണൽ കേസ് വരുമ്പോൾ അവിടെ നമുക്ക് n നമ്പർ ഓഫ് ഓർത്തോഗണൽ ആക്സിസുകൾ ഉണ്ടായിരിക്കും. ആൻഡ് ആ കേസിൽ നമുക്ക് E1 ടു En വരെയുള്ള n ഓർത്തോനോർമൽ ബേസിസ് വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ആ ഓരോ ബേസിസ് വെക്റ്റേഴ്സിലേക്കുള്ള പ്രൊജക്ഷൻസ് v1 ടു Vnഉം നമുക്കുണ്ടായിരിക്കും. സോ ആ ഒരു n ഡയമെൻഷണൽ കേസിൽ നമുക്ക് ഈ വെക്റ്റർ വി എന്ന് പറയുന്നത് v1 E1 പ്ലസ് v2 E2 പ്ലസ് എക്സെട്രാ ടു Vn En വരെ വരും. അതാണ് നമ്മൾ ഈ ഒരു ഫോമിൽ റെപ്രസെന്റ് ചെയ്തത്. ദെൻ ഇതേപോലെ തന്നെ നമുക്ക് സിഗ്നലിനെയും ഒരു സിഗ്നൽ സ്പേസിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആദ്യം ഒരു 2 ഡയമെൻഷണൽ കേസ് കൺസിഡർ ചെയ്യാം. ഈ ഒരു സിഗ്നൽ സ്പേസിന്റെ കേസിൽ നമ്മുടെ വെക്റ്റർ സ്പേസിലെ ഈ ബേസിസ് വെക്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ബേസിസ് ഫങ്ഷൻസ് ആണ് വരുന്നത്. സോ ഈ 2 ഡയമെൻഷണൽ കേസിൽ നമുക്ക് വരുന്ന 2 ആക്സിസുകൾ എന്ന് പറയുന്നത് φ1 ആൻഡ് φ2 ആക്സിസുകളായിരിക്കും. ദെൻ ഇവിടെ നമുക്ക് ഒരു സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാം. സേ SI ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൺസിഡർ ചെയ്യാം. ഈ SI ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിന്റെ ഈ ഒരു ഫസ്റ്റ് ഡയമെൻഷനിലേക്കുള്ള പ്രൊജക്ഷൻ, അതായത് ഈ φ1ലേക്കുള്ള പ്രൊജക്ഷനെ നമുക്ക് SI1 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഈ ഒരു നൊട്ടേഷൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. SI1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് SI ഓഫ് ടി ഓൺ φ1 ഓഫ് ടി. ദെൻ ഇതേപോലെ തന്നെ ഈ SI ഓഫ് ടിയുടെ പ്രൊജക്ഷൻ ഓൺ φ2 ഓഫ് ടി നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് SI2. ഓക്കെ, അതായത് പ്രൊജക്ഷൻ ഓഫ് SI ഓഫ് ടി ഓൺ φ2 ഓഫ് ടി. ദെൻ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ SI ഓഫ് ടിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും? SI1 φ1 ഓഫ് ടി പ്ലസ് SI2 φ2 ഓഫ് ടി ആയിട്ട് നമുക്ക് ഈ SI ഓഫ് ടിനെ റെപ്രസെന്റ് ചെയ്യാം. ദെൻ ഇതേപോലെ നമുക്ക് n ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് φ1 ഓഫ് ടി ടു φn ഓഫ് ടി വരെയുള്ള ആ ബേസിസ് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ആ ഓരോ ബേസിസ് ഫങ്ഷൻസിലേക്കുള്ള പ്രൊജക്ഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും. അതായത് SI1 SI2 എക്സെട്രാ ടു SIn വാല്യൂസും നമുക്ക് ഉണ്ടായിരിക്കും. ദെൻ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് SI ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? SI1 φ1 ഓഫ് ടി പ്ലസ് SI2 φ2 ഓഫ് ടി പ്ലസ് എക്സെട്രാ ടു SIn φn ഓഫ് ടി ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദെൻ അതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. SI ഓഫ് ടി ഈസ് ഈക്വൽ ടു സിഗ്മ j ഈക്വൽ ടു 1 ടു n Sij phi j ഓഫ് ടി. നമ്മൾ ഫസ്റ്റ് സിഗ്നലിന്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് S1 ഓഫ് ടി എന്ന് പറയുന്ന ആ ഒരു സിഗ്നലിന്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി S1 ഓഫ് ടി ഈസ് ഈക്വൽ ടു സിഗ്മ j ഈക്വൽ ടു 1 ടു n S1j phi j ഓഫ് ടി. ആൻഡ് ഫോർ ദി സിഗ്നൽ S2 ഓഫ് ടി we can represent S2 of t as S2 of t is equal to sigma j equal to 1 to n S2j phi j of t. അങ്ങനെ നമുക്ക് ആ കംപ്ലീറ്റ് m സിഗ്നൽസിനെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഒരു സിഗ്നൽ സ്പേസിൽ നമുക്ക് m എനർജി സിഗ്നൽസിനെ n ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ n ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻസ് ഫോം ചെയ്യുന്ന കേസാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഈ S1 ഓഫ് ടി ടു SM ഓഫ് ടി എന്ന് പറയുന്ന റിയൽ വാല്യൂഡ് എനർജി സിഗ്നൽസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് n ബേസിസ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ n ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻസ് ഫോം ചെയ്തെടുക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു.
ദെൻ ആ n ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സിഗ്നൽസിനെ ആ ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ഈ ഒരു ഫോമിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഈ ഒരു ഇക്വേഷനിൽ ഈ Sij എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് സിഗ്നൽ Si ഓഫ് ടി ഓൺ ഫൈ ജെ ഓഫ് ടി. ഇവിടെ ഈ ജെ എന്ന് പറയുന്നത് ഈ 1 to n വരെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ 1 to 5n ബേസിസ് ഫംഗ്ഷൻസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ഓരോ ബേസിസ് ഫംഗ്ഷൻസിലേക്കുള്ള ഈ SI ഓഫ് ടിയുടെ പ്രൊജക്ഷൻസ് ആണ് നമ്മൾ ഈ സിഗ്മ Sij വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് S1 ഓഫ് ടി എന്ന് പറയുന്ന ആ ഒരു സിഗ്നലിന്റെ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ആ പ്രൊജക്ഷൻ ഓഫ് S1 ഓഫ് ടി ഓൺ 1 ഓഫ് ടി ടു 5n ഓഫ് ടി ബേസിസ് ഫംഗ്ഷൻസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ സെക്കൻഡ് സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് S2 ഓഫ് ടി കൺസിഡർ ചെയ്യുമ്പോൾ ഈ സിഗ്മ Sij റെപ്രസെന്റ് ചെയ്യുന്നത് ആ S2 ഓഫ് ടിയുടെ പ്രൊജക്ഷൻ ഓൺ n ബേസിസ് ഫംഗ്ഷൻസ് ആണ്. അങ്ങനെ ഒരു പർട്ടിക്കുലർ സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ സിഗ്നലിന്റെ ആ ബേസിസ് ഫംഗ്ഷൻസിലേക്കുള്ള പ്രൊജക്ഷൻസ് ആണ് നമ്മൾ ഈ Sij വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഈ Sijയുടെ ഇക്വേഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വി നോ Sij ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് Si ഓഫ് ടി ഓൺ ഫൈ ജെ of t, and we can calculate that by inner product of Si of t comma phi j of t, and that inner product of Si of t and phi j of t is equal to integral 0 to t Si of t phi j of t dt, where j varies from 1 to n and corresponding to m symbols I varies from 1 to m. നമ്മൾ ഫസ്റ്റ് സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് S1 ഓഫ് ടി എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് S11 തുടങ്ങി S1n വരെയുള്ള വാല്യൂസ് കിട്ടും. ദെൻ അതേപോലെ നമ്മൾ സെക്കൻഡ് സിഗ്നൽ S2 ഓഫ് ടി കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമുക്ക് S21 തുടങ്ങി S2n വരെയുള്ള വാല്യൂസ് കിട്ടും. സോ അങ്ങനെ ഓരോ സിഗ്നലിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് n ഡിഫറെന്റ് Sij വാല്യൂസ് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഈ ഒരു ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്യുക. ഈ 1 ഓഫ് ടി 2 ഓഫ് ടി എക്സെട്രാ ടു 5n ഓഫ് ടി എന്ന് പറയുന്ന ഈ ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻസ് നമ്മൾ റിയൽ വാല്യൂഡ് കേസായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ സിഗ്നലും നമ്മൾ റിയൽ വാല്യൂഡ് കേസായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഈ ബേസിസ് ഫംഗ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഓർത്തോനോർമൽ സെറ്റ് ആണ്. സോ ദേ ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആൻഡ് ദെയർ നോം വാല്യൂസ് ആർ ഈക്വൽ ടു 1. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ കേസിൽ ഈ ഒരു റിലേഷൻ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to t phi I of t into phi j of t dt is equal to 1 if I equal to j and it is equal to 0 if I not equal to j. I equal to j വരുന്ന കേസിൽ നമുക്ക് phi I of t into phi I of t കേസാണ് വരുന്നത്. അതായത് ഇന്റഗ്രൽ 0 to t phi I of t സ്ക്വയർ dt വരും. ദാറ്റ് ഈസ് ദി നോം വാല്യൂ ഓഫ് phi I of t and we know that is equal to 1. Then I not equal to j വരുന്ന കേസിൽ ഇത് രണ്ടും രണ്ട് ഡിഫറെന്റ് ബേസിസ് ഫംഗ്ഷൻസ് ആണ് and we know they are orthogonal to each other, so their inner product is equal to 0. So integral 0 to t phi I of t into phi j of t dt is equal to 0 if I not equal to j. സോ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണ്. നമ്മളുടെ ഈ ബേസിസ് ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ദേ ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആൻഡ് ദെയർ ഇൻഡിവിജ്വൽ നോം വാല്യൂസ് ആർ ഈക്വൽ ടു 1. ദെൻ നമ്മളുടെ സെറ്റ് ഓഫ് കോഎഫിഷ്യൻസ് Sij വെർ j വേരീസ് ഫ്രം 1 to n നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വി ക്യാൻ റെപ്രസെന്റ് ദാറ്റ് ആസ് ആൻ n ഡയമെൻഷണൽ വെക്റ്റർ ഡിനോട്ടഡ് ബൈ Si, ആൻഡ് ദാറ്റ് വെക്റ്റർ Si ഈസ് ഈക്വൽ ടു കോളം വെക്റ്റർ ഓർ കോളം മെട്രിക്സ് Si1, Si2 എക്സെട്രാ ടു Sin. Si of t എന്ന് പറയുന്ന ഒരു സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഒരു n ഡയമെൻഷണൽ വെക്റ്റർ കിട്ടും. അതായത് S1 ഓഫ് ടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് S1 എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഉണ്ടായിരിക്കും. അതിൽ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് S11 തുടങ്ങി S1n വരെയായിരിക്കും. അതേപോലെ തന്നെ S2 ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് S2 എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഉണ്ടായിരിക്കും. അതിൽ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് S21 തുടങ്ങി S2n വരെയായിരിക്കും.
അങ്ങനെ ആ ഒരു കംപ്ലീറ്റ് എം സിഗ്നൽസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് S1 to SM വരെയുള്ള ആ വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഈ വെക്ടേഴ്സിനെ നമ്മൾ സിഗ്നൽ വെക്ടേഴ്സ് എന്നാണ് പറയുന്നത്. സോ ഓരോ സിഗ്നലിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെതായ ഒരു സിഗ്നൽ വെക്ടർ നമുക്കുണ്ടായിരിക്കും. ദെൻ ഈ ഒരു സിഗ്നൽ വെക്ടറിന്റെ ഐഡിയ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു കേസ് കൺസിഡർ ചെയ്യാം. ഇത് നമ്മളുടെ SI(t) ഈക്വൽ ടു സിഗ്മ Sij φj എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷന്റെ റിയലൈസേഷൻ ആണ്. അതായത് നമ്മളുടെ കയ്യിൽ ഈ Si1 to Sin എന്ന് പറയുന്ന ആ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് SI(t) ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് SI(t) എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ j ഈക്വൽ ടു 1 to n Sij φj ആണ്. സോ നമുക്ക് ഈ Si1 φ1 പ്ലസ് Si2 φ2 പ്ലസ് എക്സെട്രാ ടു Sin φn ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു പ്രൊജക്ഷൻ വാല്യൂവും അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ബേസിസ് ഫംഗ്ഷനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്തെടുക്കണം. അതിന് നമുക്ക് ഈ ഒരു ഫോം വെച്ചിട്ട് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇവിടെ നോക്കുക, നമ്മൾ എ ബാങ്ക് ഓഫ് n മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹിയർ ഈച്ച് മൾട്ടിപ്ലയർ ഹാസ് ഇറ്റ്സ് ഓൺ ബേസിസ് ഫംഗ്ഷൻസ് and then these values are added together by using a summer section. ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് Si1 into φ1 കിട്ടും. അതായത് ആ ഒരു ഫസ്റ്റ് ബേസിസ് ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഡയമെൻഷന്റെ ഡയറക്ഷനിലുള്ള വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ദെൻ ഇവിടെ നമുക്ക് Si2 into φ2 കിട്ടും. അതായത് നമ്മളുടെ Si(t) എന്ന് പറയുന്ന ആ ഒരു സിഗ്നലിന്റെ ആ ഒരു സെക്കൻഡ് ഡയമെൻഷനിലുള്ള വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. അങ്ങനെ നമ്മൾ n കേസുകൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ n ഡയമെൻഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ആ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Si(t) എന്ന് പറയുന്ന സിഗ്നൽ കിട്ടും. സോ നമുക്ക് ഇപ്പോൾ S11 തുടങ്ങി S1n വരെയുള്ള ആ ഒരു വാല്യൂസ് അറിയാമെങ്കിൽ, അതായത് S1 എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ വെക്ടർ നമുക്കറിയാമെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് S1(t) എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ S21 തുടങ്ങി S2n എന്ന് പറയുന്ന ആ വാല്യൂസ് അറിയാമെങ്കിൽ, അതായത് S2 എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ വെക്ടർ നമുക്കറിയാമെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് S2(t) ഫോം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ S1 to SM എന്ന് പറയുന്ന ആ സിഗ്നൽ വെക്ടേഴ്സ് അറിയാമെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് സിഗ്നല് SI(t) നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ദെൻ ദിസ് അറേഞ്ച്മെന്റ് ഈസ് കോൾഡ് സിന്തസൈസർ. ഈ ഒരു സിന്തസൈസർ അറേഞ്ച്മെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിഗ്നൽ വെക്ടേഴ്സിൽ നിന്ന് ആ ഒരു കറസ്പോണ്ടിങ് സിഗ്നല് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് കേസ് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് SI(t) അറിയാമെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് ഈ സിഗ്നൽ വെക്ടർ ഫോം ചെയ്തെടുക്കുന്ന കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. അതായത് Sij is equal to integral 0 to t Si(t φj dt. ഈ Sij വാല്യൂസ് ആണ് നമ്മളുടെ സിഗ്നൽ വെക്ടറിൽ വരുന്ന വാല്യൂസ്. ith സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ Si1 തുടങ്ങി Sin വരെയുള്ള വാല്യൂസ് നമുക്ക് ഉണ്ടായിരിക്കും. ദെൻ അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ Si(t)യും ഈ φj(t)യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ അതിനെ ഈ ഒരു 0 to t ഡ്യൂറേഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ടു റിയലൈസ് ദിസ് വി ആർ യൂസിങ് എ ബാങ്ക് ഓഫ് product integrators and this product integrator section is called കോറിലേറ്റർ. ഈ കോറിലേറ്റർ സെക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ SI(t) എന്ന് പറയുന്ന ഒരു സിഗ്നലിൽ നിന്ന് ആ ഒരു കറസ്പോണ്ടിങ് സിഗ്നൽ വെക്ടർ SI ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം ഈ SI(t) എന്ന് പറയുന്ന ആ സെയിം സിഗ്നൽ തന്നെ നമ്മൾ ഇവിടെ എല്ലാ മൾട്ടിപ്ലയേഴ്സിലേക്കും കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഓരോ മൾട്ടിപ്ലയേഴ്സിനും അതിൻ്റെതായ ആ ബേസിസ് ഫംഗ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് SI(t) into φ1 വരും, ഇവിടെ നമുക്ക് SI(t) into φ2 വരും, എക്സെട്ര ഇവിടെ നമുക്ക് SI(t) into φn വരും. ദെൻ അതിനെ നമ്മൾ ഈ ഇന്റഗ്രേറ്റർ ബ്ലോക്ക് യൂസ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഈ ഇന്റഗ്രേറ്ററിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടും?
ഇന്റഗ്രൽ 0 to t SI of t phi1 of t dt വരും. അതാണ് നമ്മളുടെ SI1 എന്ന് പറയുന്നത്, പ്രൊജക്ഷൻ ഓഫ് SI of t on phi1 of t. ദെൻ ഇവിടെ നമുക്ക് SI2 കിട്ടും, അതായത് ഇന്റഗ്രൽ 0 to t SI of t phi2 of t dt, അതായത് പ്രൊജക്ഷൻ ഓഫ് SI of t on phi2 of t. അങ്ങനെ നമുക്ക് n കേസുകൾ വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് SI1 തുടങ്ങി SIn വരെയുള്ള ആ വാല്യൂസ് കിട്ടും. സോ ഈ ഒരു അറേഞ്ച്മെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് SI of t എന്ന് പറയുന്ന സിഗ്നലിൽ നിന്ന് ആ ഒരു കറസ്പോണ്ടിങ് സിഗ്നൽ വെക്ടർ ഒബ്റ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദെൻ ഈ ഒരു കേസിന് നമ്മൾ അനലൈസർ എന്നാണ് പറയുന്നത്. സിന്തസൈസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ SI വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് SI of t ഫോം ചെയ്യാം. അനലൈസർ യൂസ് ചെയ്തിട്ട് നമുക്ക് SI of t ന്ന് സിഗ്നൽ വെക്ടർ SIയും ഫോം ചെയ്യാം. സോ അക്കോർഡിംഗ്ലി വി മേ സ്റ്റേറ്റ് ദാറ്റ് each signal in the set S1 of t, S2 of t, etc. to Sm of t is completely determined by the vector of its coefficients Si, and Si is equal to column vector Si1, Si2, etc. to Sin. And if we have m symbols or m signals, I varies from 1 to m. And as I said earlier, this vector Si is called a signal vector. Then we may visualize the set of signal vectors Si where I varies from 1 to m as defining a corresponding set of m points in an n-dimensional Euclidean space with n mutually perpendicular axes labeled phi1, phi2, etc. to phi n, and this n-dimensional Euclidean space is called the signal space. ഈ SI എന്ന് പറയുന്ന ഈ ഒരു സിഗ്നൽ വെക്ടറിൽ എന്തൊക്കെ വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്? നമ്മുടെ പ്രൊജക്ഷൻ ഓഫ് SI of t on phi1 of t, then പ്രൊജക്ഷൻ ഓഫ് SI of t on phi2 of t, എക്സെട്രാ ടു പ്രൊജക്ഷൻ ഓഫ് SI of t on phi n of t വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ SI എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ വെക്ടറിനെ ആ ഒരു n-ഡൈമെൻഷണൽ സ്പേസിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലൈനായിട്ട് ഈ SI എന്ന് പറയുന്ന സിഗ്നൽ വെക്ടറിനെ ഒരു n-ഡൈമെൻഷണൽ സ്പേസിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു n-ഡൈമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസിനെയാണ് നമ്മൾ സിഗ്നൽ സ്പേസ് എന്ന് പറയുന്നത്. ആ ഒരു റെപ്രസെന്റേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതാണ് ആക്ച്വലി നമ്മളുടെ സിഗ്നലിന്റെ ആ ഒരു ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻ വരുന്നത്. അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. നമുക്ക് 2 ബേസിസ് ഫംഗ്ഷൻസും 3 സിഗ്നൽസും അല്ലെങ്കിൽ 3 സിംബൽസും ആണ് വരുന്നത് എന്ന് വിചാരിക്കുക. 2 ബേസിസ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2 ഡൈമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് ആണ് വരുന്നത്. അതിന്റെ ആക്സിസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ phi1, phi2 അങ്ങനെയാണ്. ഇനി നമുക്ക് 3 ഡൈമെൻഷൻസ് വരുന്നുണ്ടെങ്കിൽ ആ 3 ആക്സിസുകൾ എന്ന് പറയുന്നത് phi1, phi2, phi3 ആയിരിക്കും. അതേപോലെ n ഡൈമെൻഷൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് phi1 to phi n ആക്സിസുകൾ ഉണ്ടായിരിക്കും. ദെൻ നമ്മളുടെ S1 of t എന്ന് പറയുന്ന ഒരു സിഗ്നലിനെ കൺസിഡർ ചെയ്യുക. ആ S1 of t ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ വെക്ടർ S1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു S11, S12, എക്സെട്രാ ടു S1n വാല്യൂസ് ഉള്ള ഈ ഒരു കോളം വെക്ടർ ആണ്. ദെൻ ഇതിനെ നമുക്ക് ഈ ഒരു യൂക്ലിഡിയൻ സ്പേസിലെ ഒരു പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ഒരു ലൈനിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നമുക്കിതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഈ കംപ്ലീറ്റ് ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ഡൈമെൻഷണൽ കേസാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് 2 വാല്യൂസ് ആണ് വരുന്നത്, S11ഉം S12ഉം. ഈ S11 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് S1 of t ഓൺ phi1 of t, അതായത് ഈ വാല്യൂ. ഇതിനെ ഈ ഒരു phi1 ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് S11 കിട്ടി. ദെൻ S12 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് S1 of t ഓൺ phi2 of t. ഈ S1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് phi2ലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് S12 വാല്യൂം കിട്ടി. സോ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഈ കംപ്ലീറ്റ് വാല്യൂസും നമുക്ക് കിട്ടും. ദെൻ ഈ സിഗ്നൽ വെക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SI of t എന്ന് പറയുന്ന അല്ലെങ്കിൽ S1 of t എന്ന് പറയുന്ന ഒരു സിഗ്നലും ഫോം ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിന്തസൈസർ അറേഞ്ച്മെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു പോയിന്റിൽ ഈ S1 of t എന്ന് പറയുന്ന സിഗ്നലിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷനും ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ അടുത്ത ഒരു സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ S2 of t എന്ന് പറയുന്ന സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെയും ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു 2 ഡൈമെൻഷണൽ സ്പേസിലെ ഒരു പോയിന്റ്
പോയിന്റ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് നമുക്ക് S21ഉം S22ഉം വാല്യൂസ് കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് S2 എന്ന് പറയുന്ന സിഗ്നലിനെയും റിയലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളിവിടെ മൂന്നാമത്തെ സിഗ്നൽ S3നെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് S31ഉം S32ഉം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതിൽ നിന്ന് നമുക്ക് S3 എന്ന് പറയുന്ന സിഗ്നലും ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദെൻ ഇനി നമ്മൾ n ഡയമെൻഷണൽ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 5 1 to 5n വരെയുള്ള ആക്സസുകൾ ഉണ്ടായിരിക്കും. സോ ആ ഒരു കേസിൽ നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് SI1 തുടങ്ങി SIN വരെയുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. ദെൻ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കറസ്പോണ്ടിങ് SI എന്ന് പറയുന്ന സിഗ്നൽ ഫോം ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ ആ ഒരു n ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസിലെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സിഗ്നലിനെ അല്ലെങ്കിൽ ഈ ഒരു സിഗ്നൽ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഈ ഒരു യൂക്ലിഡിയൻ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഈ ഓരോ സിഗ്നൽ വെക്ടറിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ലെങ്ത്തും ആംഗിളും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു സിഗ്നൽ വെക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഡിനോട്ട്സ് ദി അബ്സല്യൂട്ട് വാല്യൂ ഓർ നോം വാല്യൂ ഓഫ് ദാറ്റ് സിഗ്നൽ വെക്ടർ. ദെൻ നമുക്കറിയാം ആ ഒരു സിഗ്നൽ വെക്ടറിന്റെ ഒരു നോം വാല്യൂവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു ഫോമിലാണ്. സോ ദിസ് റെപ്രസെന്റ്സ് ദി നോം ഓഫ് SI and it gives the length or absolute value of the signal vector SI. Then squared norm value എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. The squared length of any signal vector SI is defined to be the inner product or dot product of SI with itself as shown by norm square of SI is equal to SI transpose SI and that is equal to sigma j equal to 1 to n Sij square and for m signals I varies from 1 to m. ഇവിടെ ഈ നോം വാല്യൂ ഓഫ് SI എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. നോം വാല്യൂ ഓഫ് SI എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് SI, SI ആണ്. ദെൻ നോം സ്ക്വയർ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ റൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് SI, SI. ആൻഡ് ഈ ഇന്നർ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു SI ഹെർമിഷൻ SI. ദെൻ ഇവിടെ നമ്മൾ റിയൽ വാല്യൂഡ് സിഗ്നൽസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഹെർമിഷൻ എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ആണ്. റിയൽ വാല്യൂഡ് കേസ് ആയതുകൊണ്ട് നമ്മൾ കോഞ്ചുഗേറ്റ് എടുത്താലും നമുക്ക് സെയിം തന്നെയായിരിക്കും വരുന്നത്. സോ ജസ്റ്റ് ട്രാൻസ്പോസിന്റെ കേസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു SI ട്രാൻസ്പോസ് SI വരും. ദെൻ SI വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് എന്താണ്? അത് ഒരു കോളം മെട്രിക്സ് ആണ്. അതിൽ SI1 തുടങ്ങി SIN വരെയുള്ള വാല്യൂസ് വരുന്നുണ്ട്. ദെൻ SI ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ആ ഒരു റോ മെട്രിക്സ് വരും. ഓക്കെ, അതായത് SI1 തുടങ്ങി SIN വരെയുള്ള ആ ഒരു റോ മെട്രിക്സ്. ദെൻ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? SI1 സ്ക്വയർ പ്ലസ് SI2 സ്ക്വയർ പ്ലസ് എക്സെട്രാ ടു SIN സ്ക്വയർ വരും. സോ അതാണ് നമ്മൾ ഈ സിഗ്മ j ഈക്വൽ ടു 1 to n Sij സ്ക്വയർ ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നോം സ്ക്വയർ ഓഫ് SI എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ j ഈക്വൽ ടു 1 to n Sij സ്ക്വയർ ആണ്. നമ്മളുടെ ഓരോ സിമ്പലിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഈ നോം സ്ക്വയർ ഓഫ് S1, നോം സ്ക്വയർ ഓഫ് S2 എക്സെട്രാ ടു നോം സ്ക്വയർ ഓഫ് SM വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദെൻ ഇവിടെ നമുക്കറിയാവുന്നതുപോലെ Sij എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി jth എലമെന്റ് ഓഫ് ദി സിഗ്നൽ വെക്ടർ SI ആൻഡ് ആക്ച്വലി ഇറ്റ് റെപ്രസെന്റ്സ് ദി പ്രൊജക്ഷൻ ഓഫ് SI ഓഫ് t ഓൺ 5j ഓഫ് t. ദെൻ നെക്സ്റ്റ് നമുക്ക് സിഗ്നലിന്റെ എനർജിയും ആ ഒരു സിഗ്നലിന്റെ കറസ്പോണ്ടിങ് നോം സ്ക്വയർ വാല്യൂ ഓഫ് SIയും തമ്മിൽ വരുന്ന റിലേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം SI ഓഫ് t എന്ന് പറയുന്ന ഒരു സിഗ്നല് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് EI ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t SI ഓഫ് t സ്ക്വയർ dt ആണ്. ആ ഒരു സിഗ്നലിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0 to t ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 0 to t റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് ഇതിനെ SI ഓഫ് t ഇൻറ്റു SI ഓഫ് t ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ദെൻ ആ SI ഓഫ് ടിക്ക്
നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഈ എസ് ഐ ഓഫ് ടിനെ സിഗ്മ ജെ ഈക്വൽ ടു 1 to n എസ് ഐ ജെ 5j ഓഫ് ടി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ദെൻ അടുത്ത എസ് ഐ ഓഫ് ടിനെ നമുക്ക് സിഗ്മ കെ ഈക്വൽ ടു 1 to n എസ് ഐ കെ 5k ഓഫ് ടി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ആക്ച്വലി രണ്ടും എസ് ഐ ഓഫ് ടി തന്നെയാണ് വരുന്നത് അല്ലെ, എസ് ഐ ഓഫ് ടി ഇൻറ്റു എസ് ഐ ഓഫ് ടി തന്നെയാണ് വരുന്നത്. സോ രണ്ട് കേസിലും ആക്ച്വലി സെയിം ബേസിസ് ഫംഗ്ഷൻസ് തന്നെയാണ് വരുന്നത്. എന്നാലും നമ്മൾ തൽക്കാലം ഇപ്പോൾ രണ്ട് ഡിഫറെന്റ് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തു എന്നേ ഉള്ളൂ. Okay, so we can represent this EI is equal to integral 0 to t sigma j equal to 1 to n sij 5j of t into sigma k equal to 1 to n sik 5k of t dt. Then here we can interchange the order of summation and integration, and then rearranging terms we will get EI is equal to sigma j equal to 1 to n sigma k equal to 1 to n sij into sik integral 0 to t 5j of t into 5k of t dt. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എസ് ഐ ഓഫ് ടി ഇൻറ്റു എസ് ഐ ഓഫ് ടി ആണ് ഇവിടെ വരുന്നത്. സോ ആക്ച്വലി ഈ ജെയും കെയും സെയിം തന്നെയാണ്. സോ നമുക്കിവിടെ രണ്ട് ഡിഫറെന്റ് വേരിയബിൾസിന്റെ കേസിൽ റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെയും നമുക്ക് സിഗ്മ ജെ ഈക്വൽ ടു 1 to n എസ് ഐ ജെ 5j ഓഫ് ടി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ഈ ടേമുകൾ എന്ന് പറയുന്നത് എസ് ഐ ജെ ഇൻറ്റു എസ് ഐ ജെ വരും. സോ അത് നമുക്ക് എസ് ഐ ജെ സ്ക്വയർ വരും. ദെൻ ഈ സിഗ്മ ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടും ജെ ഈക്വൽ ടു 1 to n വരെയാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഒരു സിംഗിൾ സിഗ്മ ടേം കൺസിഡർ ചെയ്താൽ മതി. ദെൻ ഈ ഒരു ഇന്റഗ്രൽ ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഇന്റഗ്രൽ 0 to t 5j of t into 5j of t dt വരും. അതായത് ഇന്റഗ്രൽ 0 to t 5j of t സ്ക്വയർ dt വരും. And we know the norm value of 5j of t is equal to 1, and hence this integral term എന്ന് പറയുന്നത് 1 ആയിട്ട് പോകും. So this one is equal to sigma j equal to 1 to n sij സ്ക്വയർ വരും. ദെൻ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ഇക്വേഷൻ വെച്ചിട്ട് സിഗ്മ ജെ ഈക്വൽ ടു 1 to n sij സ്ക്വയർ എന്ന് പറയുന്നത് നോം സ്ക്വയർ വാല്യൂ ഓഫ് si ആണ്. Thus the energy of the signal si of t is equal to the squared length of the signal vector si representing it. Then next നമുക്ക് ഈ ഒരു കേസിൽ വരുന്ന അടുത്ത ഒരു റിലേഷൻ കൺസിഡർ ചെയ്യാം. Consider a pair of signals si of t and sk of t. Then ഈ si of t ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ വെക്ടർ si ആണ്. ഈ sk of t ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ വെക്ടർ sk ആണ്. Then we can write integral 0 to t si of t into sk of t dt is equal to si transpose into sk. ഇത് ഈ ഒരു ഫോമിൽ വരുമോ എന്നുള്ളത് നെക്സ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ഇന്റഗ്രൽ ടൈം കൺസിഡർ ചെയ്യാം. അതായത് ഇന്റഗ്രൽ 0 to t si of t into sk of t dt. ദെൻ നമുക്ക് ഈ എസ് ഐ ഓഫ് ടിനെ സിഗ്മ എസ് ഐ ജെ 5j ഓഫ് ടി ഫോമിൽ റീപ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ എസ് കെ ഓഫ് ടിനെയും നമുക്ക് ആ ഒരു ഫോമിൽ എഴുതാം. സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t സിഗ്മ ജെ ഈക്വൽ ടു 1 to n എസ് ഐ ജെ 5j ഓഫ് ടി. ഇതാണ് നമ്മളുടെ എസ് ഐ ഓഫ് ടി. ദെൻ ഇതേപോലെ തന്നെ എസ് കെ ഓഫ് ടീനെയും നമുക്ക് എഴുതാം സിഗ്മ ജെ ഈക്വൽ ടു 1 to n എസ് കെ ജെ ഇൻറ്റു 5j ഓഫ് ടി ഡി ടി. ഓക്കെ, ഇവിടെ നമ്മൾ സെയിം യൂക്ലിഡിയൻ സ്പേസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ സെയിം ബേസിസ് ഫംഗ്ഷൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഈ രണ്ട് കേസിൽ നമ്മൾ ബേസിസ് ഫംഗ്ഷനെ ഈ 5j ആയിട്ട് തന്നെ ഡിനോട്ട് ചെയ്യുന്നു. Then here we can interchange the order of summation and integration, and after rearranging we will get sigma j equal to 1 to n sigma j equal to 1 to n sij into skj into integral 0 to t 5j of t into 5j of t dt. Then ഇത് രണ്ടും ജെ ടേമിലാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഒരു സിഗ്മ ടേം കൺസിഡർ ചെയ്താൽ മതി. ദെൻ ഈ ഇന്റഗ്രൽ ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഇന്റഗ്രൽ 0 to t 5j ഓഫ് ടി സ്ക്വയർ ഡി ടി ആണ് വരുന്നത്. ആൻഡ് വി നോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു 1 to n എസ് ഐ ജെ ഇൻറ്റു എസ് കെ ജെ. ദെൻ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ദിസ് വൺ ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് ഫോമിൽ നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ ദിസ് വൺ ഈസ് ഈക്വൽ ടു എസ് I1 SI2 etc. to SIN into
the column matrix Sk1, Sk2, etc. to Skn. ഓക്കെ, ഈ റോ മെട്രിക്സ് ഇൻറ്റു ഈ കോളം മെട്രിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ദെൻ ഇതെന്താണ്? ദിസ് വൺ ഈസ് ഈക്വൽ ടു SI ട്രാൻസ്പോസ് ഇൻറ്റു SK. നമ്മുടെ SI എന്ന് പറയുന്നത് SI1 ടു SIN വരെയുള്ള ആ ഒരു കോളം മെട്രിക്സ് അല്ലേ. സോ ദിസ് വൺ എന്ന് പറയുന്നത് SI ട്രാൻസ്പോസ് ആണ് ആൻഡ് ദിസ് വൺ ഈസ് SK. ഓക്കെ, സോ നമുക്ക് ഇൻ്റഗ്രൽ 0 ടു T SI ഓഫ് ടി ഇൻറ്റു SK ഓഫ് ടി ഡി ടിനെ SI ട്രാൻസ്പോസ് ഇൻറ്റു SK ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ ദി ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ദി സിഗ്നൽസ് S1 ഓഫ് ടി ആൻഡ് SK ഓഫ് ടി ഓവർ ദി ഇൻ്റർവെൽ 0 ടു T using their time domain representations is equal to the inner product of their respective vector representations Si and Sk. Then ഇവിടെ നമുക്ക് വരുന്ന വേറെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് the norm square value of Si minus Sk is equal to sigma j equal to 1 to n Sij minus Skj square, and that is equal to integral 0 to T Si of t minus Sk of t all square dt. ഇത് ശരിയാണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോം സ്ക്വയർ വാല്യൂ ഓഫ് SI മൈനസ് SK ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. SI എന്ന് പറയുന്നത് എന്താണ്? SI എന്ന് പറയുന്നത് ഒരു കോളം മെട്രിക്സ് ആണ്. അതിൽ വന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് SI1 തുടങ്ങി SIN വരെയുള്ള വാല്യൂസ് ആണ്. ദെൻ SK എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു കോളം മെട്രിക്സ് ആണ്. അതിൽ വന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് Sk1 തുടങ്ങി Skn വരെയുള്ള വാല്യൂസ് ആണ്. ദെൻ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? വേറെ ഒരു കോളം മെട്രിക്സ് കിട്ടും. അതിൽ വന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് Si1 മൈനസ് Sk1 എക്സെട്ര ടു Sin മൈനസ് Skn വാല്യൂസ് ആണ്. ദെൻ ഇത് മൈനസ് ഇതിൻ്റെ നോം സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ നോം സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതും സെയിം തന്നെയാണ്. ഈ ഒരു മെട്രിക്സിൻ്റെ നോം സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഇക്വേഷൻ ആണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 334 എന്ന് പറയുന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ആ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ നോം സ്ക്വയർ വാല്യൂ ഓഫ് SI എന്ന് പറയുന്നത് സിഗ്മ j ഈക്വൽ ടു 1 to n Sij സ്ക്വയർ ആണ്. അതായത് ഈ ഒരു സിഗ്നൽ വെക്ടർ SIയിൽ വന്നിരിക്കുന്ന ആ ടേമുകളെല്ലാം സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തെടുക്കണം. ദെൻ ഇവിടെയും നമ്മൾ അതേപോലെ ഈ ഒരു വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ നോം സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് ഇതിൽ വന്നിരിക്കുന്ന ആ ടേമുകളെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തെടുക്കുന്നതാണ്. സോ അതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിനെ ഈ ഒരു ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു ഇക്വേഷൻ എടുത്തിട്ട് ഇതിനെ ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ അത് പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇന്റഗ്രൽ 0 ടു T Si ഓഫ് ടി മൈനസ് Sk ഓഫ് ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എടുക്കുക. ദെൻ ഇതിൽ SI ഓഫ് ടിനെ നമുക്ക് സിഗ്മ Sij 5j ഓഫ് ടി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. Sk ഓഫ് ടിനെ നമുക്ക് സിഗ്മ Skj 5j ഓഫ് ടി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സോ ദിസ് വൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു T സിഗ്മ j ഈക്വൽ ടു 1 to n Sij 5j ഓഫ് ടി മൈനസ് സിഗ്മ j ഈക്വൽ ടു 1 to n Skj 5j ഓഫ് ടി ഓൾ സ്ക്വയർ ഡി ടി. ഓക്കെ, ദെൻ ഇതിൽ ഈ 5j ഓഫ് ടി ഇവിടെ രണ്ടിടത്തുമുണ്ട്. സോ നമുക്ക് ഈ 5j ഓഫ് ടിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ വി വിൽ ഗെറ്റ് ദിസ് വൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു T 5j ഓഫ് ടി സ്ക്വയർ ഇൻറ്റു സിഗ്മ j ഈക്വൽ ടു 1 to n Sij മൈനസ് സിഗ്മ j ഈക്വൽ ടു 1 to n Skj ഓൾ സ്ക്വയർ ഡി ടി. ഇവിടെ സ്ക്വയർ ടേം ആണ്. സോ ഈ 5j നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ആ 5j ഓഫ് ടി സ്ക്വയർ ആണ് വരുന്നത്. ദെൻ ഇതിനെ നമുക്ക് ഇന്റഗ്രൽ 0 ടു T 5j ഓഫ് ടി സ്ക്വയർ ഡി ടി ഇൻറ്റു സിഗ്മ j ഈക്വൽ ടു 1 to n Sij മൈനസ് സിഗ്മ j ഈക്വൽ ടു 1 to n Skj ഓൾ സ്ക്വയർ ഫോമിലേക്ക് മാറ്റി എഴുതാം. ദെൻ ഈ ഒരു ടേം നോക്കുക. ഇന്റഗ്രൽ 0 ടു T 5j ഓഫ് ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് ദിസ് വൺ ഈസ് ഈക്വൽ ടു സിഗ്മ j ഈക്വൽ ടു 1 to n Sij മൈനസ് സിഗ്മ j ഈക്വൽ ടു 1 to n Skj ഓൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ കിട്ടും.
ദെൻ ഈ രണ്ട് ടേമിലും നമുക്ക് സിഗ്മ ജെ ഈക്വൽ ടു 1 to n കേസാണ് വന്നിരിക്കുന്നത്. സോ ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് സിഗ്മ ജെ ഈക്വൽ ടു 1 to n എസ് ഐ ജെ മൈനസ് എസ് കെ ജെ സ്ക്വയർ ഫോമിലേക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും. സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു 1 to n എസ് ഐ ജെ മൈനസ് എസ് കെ ജെ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടും. ഓക്കെ, സോ നമ്മളുടെ നോം സ്ക്വയർ വാല്യൂ ഓഫ് എസ് ഐ മൈനസ് എസ് കെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു 1 to n എസ് ഐ ജെ മൈനസ് എസ് കെ ജെ ഹോൾ സ്ക്വയർ ആയിട്ട് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t എസ് ഐ ഓഫ് ടി മൈനസ് എസ് കെ ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി വരും. And this norm value of Si minus Sk represents the Euclidean distance dik between the points represented by the signal vectors Si and Sk. അതായത് നമ്മൾ ഒരു n ഡയമെൻഷണൽ യൂക്ലീഡിയൻ സ്പേസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വന്നിരിക്കുന്ന രണ്ട് സിഗ്നൽ പോയിന്റ്സുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതാണ് ആക്ച്വലി നമ്മൾ ഈ നോം ഓഫ് എസ് ഐ മൈനസ് എസ് കെ വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് നോം ഓഫ് S1 മൈനസ് S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദാറ്റ് റെപ്രസെന്റ്സ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് 2 points. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ D12 ആയിട്ട് ഡിനോട്ട് ചെയ്യും. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമുക്ക് SI ആൻഡ് SK എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് നോം വാല്യൂ ഓഫ് SI മൈനസ് SK ആയിട്ട് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ DIK ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് റെപ്രസെന്റ്സ് ദി യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു സിഗ്നൽ പോയിന്റ്സ് SI ആൻഡ് SK. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിസീവർ സെക്ഷനൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ എസ്റ്റിമേറ്റഡ് വാല്യൂവും ആക്ച്വൽ വാല്യൂവും അടുത്തടുത്താണോ കിടക്കുന്നത്, അല്ലെങ്കിൽ അത് തമ്മിലൊരു ലാർജ് ഡിസ്റ്റൻസ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു റിസീവറിനെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അടുത്തടുത്താണ് വരുന്നതെങ്കിൽ നമ്മുടെ എസ്റ്റിമേഷൻ വാല്യൂവും ആക്ച്വൽ വാല്യൂവും നമുക്ക് സെയിം ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതേസമയം അത് തമ്മിലൊരു ലാർജ് ഡിസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എറർ ഒക്കർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ.